ഞങ്ങള് രാവിലെ മുതല് പോവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു 5 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ. അങ്ങനെ നമ്മള് ആദ്യം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് അവരെ പിക്ക് ചെയ്ത് പോവാ ചെയ്തത്. അപ്പോ നമ്മൾ കുതിരാലിലൂടെ പോകുമ്പോ മുമ്പൊക്കെ നമ്മൾ പോകുന്ന ടൈമില് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമല്ലോ. പക്ഷെ ഈ ഒരു ഇത് വന്നേ പിന്നെ ഭയങ്കര ഈസി ആയിട്ട് അത് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് എന്തായാലും. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മള് പാലക്കാട് ലുലു മോളിൽ കയറിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. ബാംഗ്ലൂർക്ക് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ചേച്ചിയുടെ മോളുടെ ഗ്രാജുവേഷൻ സെറമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങള് ഫോറം മാളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഐക്യയില് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് ഹൈദരാബാദ് ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബാംഗ്ലൂർ വന്നപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കയറണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ലേറ്റ് ആയി പോയതുകൊണ്ട് തന്നെ അധികം ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് വീഡിയോ എടുത്തു. കാരണം വീഡിയോ എടുക്കലും ഇത് പർച്ചേസ് ചെയ്യലും ഒരുമിച്ച് നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കണേ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഒന്ന് ജസ്റ്റ് പോയിട്ടിടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് മാത്രമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓട്ടോ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നേ. കാരണം ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഓട്ടോ ആയിരിക്കും തോന്നുന്നു കാറിനേക്കാളും. കാരണം ഞങ്ങൾ കാറ് ബുക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഓട്ടോ നോക്കുമ്പോൾ വിത്തിൻ 1 മിനിറ്റിനുള്ളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ഓട്ടോ ആണെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് അവര് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുന്നു തോന്നിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കൂടുതലും ഓട്ടോ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് 3 പേർക്ക് മാത്രമാണ് കയറാം. 3 പേരിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം അവിടെ. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന്. 3 പേരിൽ കൂടുതലാണെങ്കിൽ എക്സ്ട്രാ ചാർജ് വാങ്ങിക്കുമോന്നുള്ളത് എനിക്കറിയില്ല. ട്രാഫിക് ഒരു രക്ഷയില്ല. അത്ര ട്രാഫിക്കാണ് ഏത് സമയത്തും. ഇപ്പോ ഞങ്ങള് താമസിച്ചിട്ടുണ്ടായിരുന്ന JP നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം സിസ്റ്റർ മോളുടെ കോളേജും അതിനടുത്തൊക്കെ തന്നെയായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആയതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു സിറ്റി പോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ പോലും വളരെ എന്താ പറയാ ഭയങ്കര ട്രാഫിക്കാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും ഇല്ലാതെ ഇരിക്കും. പക്ഷെ നമ്മൾ ഈ പാലാരിവട്ടം അല്ലെങ്കിൽ കൊച്ചിയുടെ ഇവിടെ കിടന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയാണ് കൂടുതൽ ഉള്ളതെന്ന് വിചാരിക്കുമ്പോ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നേ ഇത്ര അധികം ട്രാഫിക് ഉണ്ടെന്നുള്ളത്.
JP നഗറിന്ന് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെ ഏകദേശം 45 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി. കുറെ ഷോപ്സിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഭയങ്കര റീസണബിൾ റേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു മിക്കതിനും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ വാങ്ങിച്ചില്ല. പിന്നെ നമ്മള് അവിടെ വെസ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒന്ന് രണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്ര വലിയ റീസണബിൾ റേറ്റോ അത് വർത്താണെന്നോ എനിക്ക് തോന്നിയില്ല. പിന്നെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഈ ലേറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഷോപ്പിലും കയറിറങ്ങി നടക്കാനുള്ള ടൈമും കിട്ടുന്നുണ്ടായിരുന്നില്ല. ബൈക്കിൽ പോയപ്പോഴാണെങ്കിലും ഇപ്പൊ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോന്നപ്പോഴാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ചെന്നാൽ നമ്മൾ നല്ലപോലെ ബാർഗൈൻ ചെയ്യണമല്ലോ. അതറിയാവുന്നവർ മാത്രം പോയിട്ടേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോ അതും ഒരു റീസൺ ആണെന്ന് തോന്നുന്നു. കുറെ ഐറ്റംസ് നല്ലതായിട്ട് തോന്നി. പക്ഷെ അത്ര പ്രൈസ് കൊണ്ടും ഒക്കെ അല്ലത്തോണ്ട് ഞാൻ അധികം ഒന്നും വാങ്ങിച്ചില്ല. ഈ റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇപ്പൊ അത് യൂസ് ചെയ്യാത്തോണ്ട് ഇടാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെച്ച് തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ എന്തായാലും ഇനി ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് അത്യാവശ്യം ഹിന്ദി കേട്ടാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെങ്കിലും പക്ഷേ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് മനസ്സിലാവാറുള്ളത്. വലിപ്പം കൂടുതലുണ്ടാവും. ഞങ്ങൾ വന്ന അന്ന് മുതൽ ആദ്യത്തെ ദിവസം ഫോർമാലിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ നെക്സസ് വേഗ സിറ്റിയിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര നമുക്കത് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ, നമ്മൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങള് കേരള ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി കൈരളി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ ഇട്ട് അവിടെ പോയി ഫുഡ് കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ കേരളത്തിലിവിടെ ചില റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കടകളിലൊന്നും ഇതുപോലെ നല്ല ഫുഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അത്ര നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം കറികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് നൈറ്റും അവിടെ തന്നെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
നെക്സ്റ്റ് ഡേ ഞങ്ങള് ചിക്പേട്ട് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്ര ക്രൗഡഡ് ആയിരുന്നു ആ ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഒരു അധികം വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല, കാരണം കുറച്ച് ഹോൾസെയിൽ ഷോപ്സിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2-3 സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പെട്ടെന്ന് പോന്നു, അത്ര ക്രൗഡഡ് ആണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നിന്നാലും പിന്നെ ഒരുപാട് ദൂരം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ഒരു റൂട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സിഗ്നലിൻ്റെ അവിടേക്ക്, അതായത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടാണ് തിരിച്ച് നടന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു വഴി അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവില്ല, ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അത്ര ക്രൗഡഡ് ആണ്, നടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു ഏരിയ ആണ്. പക്ഷേ നമുക്ക് സാരി എന്ത് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും, ഇപ്പോൾ മാരേജിന് അങ്ങനെ എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് ഞാൻ പറയും ചിക്പേട്ട്. അത്രയധികം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് എല്ലാത്തിനും. അവർ സിംഗിൾ പീസ് തരും, ഹോൾസെയിൽ പ്രൈസിലും തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് അവിടെ നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് എവിടേക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ എന്താ പറയുക, ഡീലേഴ്സ്, അവരുടെ ഇങ്ങനെ ഇതുണ്ടാവില്ലോ, ബ്രോക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവരിങ്ങനെ നമ്മളെ വീണ്ടും ഇങ്ങനെ പിന്നാലെ നടന്ന് വിളിച്ച് ഇങ്ങനെ, അതൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. പിന്നെ അവർ വിളിച്ച് ചെല്ലുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അതൊരു ഇത് നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ പോകുമ്പോൾ ഇത്ര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് വഴി തെറ്റാനുള്ള ചാൻസ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മടിവാള ചെന്ന് കല്ല് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ദിവസമായിട്ട് തൈറോണം എടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് പോന്നപ്പോൾ ടാബ്ലറ്റ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4ാമത്തെ ദിവസം കൂടി മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ആകെ പോകുന്നുള്ളത് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്ത് വാങ്ങിക്കേണ്ടായി. അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിസ്ക്രിപ്ഷനൊക്കെ വേണമെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കിട്ടില്ല എന്ന്. പിന്നെ അവരുടെ ഡോക്ടറോ ഫാർമസി എന്തോ കണക്ട് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിട്ടൊക്കെയാണ് അവർ മെഡിസിൻ അയച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാമാർട്ട് വഴി മെഡിസിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതേ. അതിനുശേഷം നമ്മൾ അന്ന് നൈറ്റ് നമ്മൾ തിരിച്ചു പോന്നു. അവിടുന്ന് പോന്നു ഒരു 7 മണിക്ക് പോന്നു തോന്നുന്നു. 7 മണിയായി അവിടുന്ന് പോന്നപ്പോൾ. അവിടുന്ന് മുതൽ ഞാനാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ വരെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും ദൂരം ഇതുവരെയായിട്ടും ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പോൾ ഓടിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഓടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് മാറി കൂളായിട്ട് ഓടിച്ചു.